വയനാട്ടിലെ കുഴൽപ്പണ വേട്ടയിൽ പോലീസും ഉദ്യോഗസ്ഥരും പങ്കെന്ന സംശയം. കുഴൽപ്പണ കേസിലെ മുഖ്യപ്രതിയായ സൽമാൻ പിടിക്കപ്പെട്ട ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതായുള്ള സൂചനകൾ പുറത്തുവരുന്നു. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസും കസ്റ്റംസും. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് മാനന്തവാടി ചെറ്റപ്പാലത്ത് 3.25 കോടി രൂപയോളം കുഴൽപ്പണം കസ്റ്റംസും പോലീസും ചേർന്ന് പിടികൂടിയത്. മുഖ്യപ്രതിയായ സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബംഗളൂരു KR നഗറിൽ നിന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി പണം കടത്തിയത്. സൽമാനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഒരു പോലീസുകാരനും കുഴൽപ്പണക്കടത്തിൽ ബന്ധമുണ്ടെന്ന വിവരം പുറത്തുവരുന്നത്. വടക്കൻ കേരളത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സൽമാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കസ്റ്റംസിന്റെ കോഴിക്കോട് ഡിവിഷന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹുണ്ടായി ക്രെറ്റ കാറിലെത്തിയ 3-അംഗ സംഘത്തെ പോലീസ് തടഞ്ഞത്. ആദ്യ പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കാറിന്റെ ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും അടിയിൽ നിർമ്മിച്ച പ്രത്യേക അറയിൽ നിന്ന് ഒടുവിൽ പണം കണ്ടെത്തുകയായിരുന്നു. $3,15,11,500 രൂപയുടെ കുഴൽപ്പണം കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും നോട്ടുകെട്ടുകൾ അടുക്കി വെച്ച നിലയിലായിരുന്നു. വടകര സ്വദേശികളായ ആസിഫ്, റസാഖ്, മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് കാറിൽ പണം കൊണ്ടുവന്നത്. കസ്റ്റഡിയിലെടുത്ത 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തതോടെ കുഴൽപ്പണക്കടത്തിലെ പ്രധാനി സൽമാനാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ സൽമാനെയും കൂട്ടാളി മുഹമ്മദിനെയും പോലീസ് പിടികൂടി. ഹവാല ഇടപാടുകാരാണെന്നും ഗൾഫ് രാജ്യങ്ങളിലെ ചിലരുടെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് പണം സ്വീകരിച്ച് വടകരയിൽ എത്തിക്കാറുണ്ടെന്നും ഇവർ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥരോട് തുറന്നു പറഞ്ഞു. ഇവരുടെ മൊഴിയിലാണ് വടക്കൻ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുഴൽപ്പണക്കടത്തിലെ പങ്ക് പുറത്തുവന്നത്. ആളാരാണെന്ന് സ്ഥിരീകരിക്കാനുള്ള ഊർജിതമായ അന്വേഷണമാണ് നിലവിൽ കസ്റ്റംസും പോലീസും നടത്തുന്നത്. ന്യൂസ് മലയാളം, വയനാട്.